ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കനിയുടെയും ജോണിന്റെയും വിവാഹ കാര്യത്തിൽ വീട്ടുകാർ തീരുമാനമെടുക്കുന്നതോടെ വീണയ്ക്കും ജോണിനും ആകെ ടെൻഷൻ ആവുകയാ. അവരുടെ കുട്ടിക്കാലത്തെ ഒന്നിച്ചുള്ള ഫോട്ടോ എടുത്തു നോക്കി ഇമോഷണൽ ആവുകയാ ജോണും വീണയും. അന്ന് ജോണിന്റെ ഡയറിയിൽ വായിച്ച കാര്യങ്ങളെല്ലാം വീണയുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയാ. ഈ ദീർഘയാത്രയിൽ ചിലരൊപ്പം ഉണ്ടാവുമെന്ന് ചില ഘട്ടങ്ങളിൽ നമുക്ക് തോന്നും. അങ്ങനെ എന്നെ കൊണ്ട് തോന്നിച്ച ഒരു ചിത്രമാണിത്. ചില ഭാഗ്യങ്ങളെ ഒപ്പം ചേർത്തുള്ള ദീർഘയാത്രയാവട്ടെ, ശുഭയാത്ര. അതേസമയം ജോണും സങ്കടത്തോടെ തന്റെ ഡയറിയിൽ എഴുതിയ ആ വാചകങ്ങൾ വായിക്കുകയാ. പിന്നീട് മേരിക്കുട്ടി ടീച്ചർ ജോണിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും അവൾ ഓർത്തെടുക്കുകയാ. എന്റെ ജീവിതം എനിക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്റെ അച്ചായൻ. ഇഷ്ടങ്ങളുടെ കാര്യത്തിൽ അച്ചായന്റെ അതേ ഉൾവലിയൽ ജോണിനും അതേപോലെയുണ്ട്. പണ്ട് അങ്ങനെ ഒരു ഇഷ്ടം ജോണിന് വീണയോടുണ്ടായിരുന്നു. എനിക്കും വീണ ഈ വീട്ടിൽ മരുമകളായി വരണമെന്നുണ്ടായിരുന്നു. അത് ഒരു കാലത്തെ ചിന്ത. ചിലത് നമ്മൾ ആഗ്രഹിക്കുന്നതല്ലല്ലോ വിധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു തോർത്ത് അവൾ ടെൻഷനോടെ ജോണിനെ വിളിക്കാനായി തുടങ്ങുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ആ കോൾ കട്ട് ചെയ്യുകയാ. സങ്കടത്തോടെ അവൾ ജോണുമൊത്തുള്ള മനോഹര നിമിഷങ്ങളും സന്തോഷമായുള്ള കല്യാണ ദിവസം ടെൻഷനോടെ ജോൺ അവൾക്ക് മുഖം തരാതെ മാറി നിന്നതുമെല്ലാം ഓർക്കുകയാ. വീണയുടെ റൂമിനരികിലൂടെ പോവുകയായിരുന്ന ടീച്ചറമ്മയും ജോണിന്റെ റൂമിലേക്ക് എത്തുന്ന മേരിക്കുട്ടി ടീച്ചറും അവരുടെ സങ്കടത്തോടെയും ടെൻഷനോടെയുമുള്ള ആ ഇരിപ്പ് കണ്ട് ഒരു നിമിഷം നോക്കി നിൽപ്പാ. അപ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറുടെ മൊബൈലിലേക്ക് സരസുവിന്റെ കോൾ വരുന്നുണ്ട്. മേരിക്കുട്ടി ടീച്ചർ കോൾ അറ്റൻഡ് ചെയ്ത് സരസു എന്ന് വിളിക്കേ. ആ മേരി, ഇവിടെ ഒരാൾ ആകെ വിഷമത്തിലടി എന്ന് പറയേ. ആര്? വീണയോ എന്ന് മേരിക്കുട്ടി ടീച്ചറും. പിന്നല്ലാണ്ട് ഒറ്റയ്ക്കിരിക്കലും ആലോചനയും വിഷമവും ആകെ കുഴഞ്ഞു മറിഞ്ഞ മട്ട കുഞ്ഞിക്ക് എന്ന് സരസു പറയേ. ഇവിടെ ജോണും അതെ ഒറ്റയ്ക്ക് മുറിയിൽ ഇരിപ്പുണ്ട്. എടി, അവൻ എന്റെ അടുത്ത് പോലും മിണ്ടാറില്ലിപ്പോ. ഡയറി നോക്കുന്നു, നെടുവീർപ്പിടുന്നു, എന്നിട്ട് മുറിയിൽ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? എടി, അവൻ വാ തുറന്നൊന്നും പറയുന്നില്ല എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുകയാ. ഞാനും അതാടി ആലോചിക്കുന്നേ, ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് സരസു പറയേ. ഈ പിള്ളേര് കാരണം നമ്മുടെ ഉറക്കാ പോയത്. എടി, നീ ഒന്ന് ആലോചിക്ക് എന്ത് ചെയ്യണമെന്ന് എന്ന് മേരിക്കുട്ടി ടീച്ചറും. എടി, എനിക്കൊരു പിടിയുമില്ല, ആലോചിക്കാം, എന്തേലും വഴിയുണ്ടോന്ന്. ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് സരസു കോൾ വെക്കുകയാ. പിന്നീട് പുറത്തൊരിടത്ത് വെച്ച് സന്തോഷവും കനിയും കാണുകയാ. കനി അവനോടായി പറയുന്നുണ്ട്, ചില സത്യങ്ങൾ ചിലർ അറിയാതെ പോകുന്നതിൽ നീതികേടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനതാ സന്തോഷേട്ടനോട് ഇക്കാര്യം പറയാമെന്ന് വെച്ചത് എന്നവൾ പറയേ. എന്താ കനിയെന്ന് സന്തോഷം ചോദിക്കുന്നുണ്ട്. ജോണേട്ടനെ കുട്ടിക്കാലം മുതലേ വീണയോടൊരിഷ്ടമുണ്ടായിരുന്നു. വീണ ജോണേട്ടനെയും മഹേഷേട്ടനെ പോലെ തന്നെയാണ് അന്നൊക്കെ കണ്ടിരുന്നത്. അത് കാരണം ജോണേട്ടനും മെല്ലെ അങ്ങനെ പരുവപ്പെട്ടു. വീണയുടെ കാര്യത്തിൽ ഒരിഷ്ടം മേരിക്കുട്ടി ടീച്ചർക്ക് മുന്നേ ഉണ്ടായിരുന്നു. അതുള്ളിൽ വെച്ചിട്ടാണ് ജോണേട്ടനും മേരിക്കുട്ടി ടീച്ചറും സന്തോഷേട്ടന് വേണ്ടി വീണയുടെ കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ ഒപ്പം നിന്നത് എന്നൊക്കെ കനി പറയുന്നത് ഒരു ഞെട്ടലോടെ കേട്ടു നിൽക്കുകയാണ് സന്തോഷം. ഇത് സന്തോഷേട്ടൻ ഒരിക്കലും അറിയാത്തത് തന്നെയായിരിക്കും. പക്ഷേ ജോണേട്ടന്റെയും മേരിക്കുട്ടി ടീച്ചറുടെയും ആ മനസ്സ് സന്തോഷേട്ടൻ അറിയണമെന്ന് എനിക്ക് തോന്നി. ജോണേട്ടന്റെ ഇഷ്ടത്തെക്കുറിച്ച് വീണയ്ക്കും അറിയത്തൊന്നുമില്ലായിരുന്നു. വൈകിയാണ് അവളും അറിഞ്ഞത്. തനിക്കായി കാത്തിരിക്കേണ്ടെന്ന് വീണ ജോണേട്ടനോട് പറയുകയും ചെയ്തു. എന്നവൾ പറയുന്നത് കേൾക്കെ ആണോ എന്ന് സന്തോഷം പരിഭ്രമത്തോടെ ചോദിക്കുക. അങ്ങനെയാണ് ജോണേട്ടൻ എന്നോടൊപ്പമുള്ള വിവാഹത്തിന് സമ്മതിച്ചത് എന്ന് കനി പറയേ ടെൻഷനോടെ. അതല്ലേ എന്ന് സന്തോഷം. അതെ, സന്തോഷേട്ടനെ ഇനിയും വയ്യാണ്ടായി പോകുമെന്നുള്ള പേടി വീണയ്ക്ക് നന്നായിട്ടുണ്ട് എന്ന് കനി പറയുന്നത് കേൾക്കെ. അതെയോ, അമ്മയ്ക്കും ഇതേ പേടിയുണ്ട്. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇനി എനിക്ക് ഭ്രാന്ത് വരില്ലെന്ന്. ഒരിക്കൽ തെന്നി വീണ നമ്മളെ തെന്നിയാലും വീഴാതിരിക്കാൻ ഒന്ന് കരുതില്ലേ? അതുപോലൊരു ബോധ്യവും ശ്രദ്ധയും എന്റെ ഉള്ളിലുണ്ട്. ഇനി വീഴില്ലെന്നൊരു ഉറപ്പ് എനിക്കുണ്ട്. ഒറ്റയ്ക്ക് തന്നെ എനിക്ക് നടക്കാൻ മുന്നിലെ വലിയൊരു സ്വപ്നം ബാക്കിയുണ്ട് കനി. ആരും പേടിക്കണ്ട. പക്ഷേ ആരുടെയും ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഞാൻ കാരണം ഉടഞ്ഞു പോവാനും പാടില്ല കനി. അതിലെനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ വീണയെ വിളിക്കാം എന്നവൻ പറയേ. സന്തോഷേട്ടൻ വിളിക്കാം, പക്ഷേ എന്റെ പേര് പറയല്ലേ എന്ന് കനിയും സന്തോഷത്തോടെ പറയുകയാ. ഇല്ലെന്നവൻ പുഞ്ചിരിയോടെ സമ്മതിക്കേ. അപ്പൊ കാണാം സന്തോഷേട്ടാ എന്നവൾ പറയുമ്പോഴേക്കും സന്തോഷം യാത്ര പറഞ്ഞു പോവുകയാ. പിന്നീട് കനി തിരിച്ച് മാധവത്തിലെത്തുമ്പോഴേക്കും അവളുടെ അച്ഛനും അമ്മയും അങ്ങോട്ടെത്തുന്നുണ്ട്. അവരെ കണ്ടവൾ ചെറിയമ്മന്ന് നീട്ടി വിളിക്കുമ്പോഴേക്കും ടീച്ചറമ്മയും അങ്ങോട്ടെത്തുകയാ. കനിയുടെ അച്ഛനും അമ്മയും അങ്ങോട്ടെത്തുമ്പോഴേക്കും ആ രാമേട്ടാ ചേച്ചി ഇരിക്കേ എന്ന് ടീച്ചറമ്മ അവരെ സ്വീകരിക്കുകയാ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞുള്ള ഒരു വരവായിരുന്നു അവരുടേത്. തന്റെ കയ്യിൽ പിടിച്ച കവറുകളെല്ലാം കനിയുടെ നേരെ നീട്ടിക്കൊണ്ട് അവളുടെ അമ്മ പറയുന്നുണ്ട്. കനിക, ഇത് വാങ്ങ്, നിനക്ക് വെഡിങ്ങിന് വാങ്ങിയ ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെയാ എന്ന് പറയുന്നത് കേൾക്കെ ഒരു പരുങ്ങലോടെ നിൽക്കുകയാണ് കനിയും ടീച്ചറമ്മയും. അല്ല ചേച്ചി, ഇതൊക്കെ ഇത്ര പെട്ടെന്ന് വാങ്ങണമായിരുന്നു എന്ന് സരസു ചോദിക്കെ. പെട്ടെന്നല്ല, ഞങ്ങൾ ഡേറ്റ് നോക്കി എന്ന് രാമേട്ടനും. വെനസ്ഡേ ആണ് ഡേറ്റ് കിട്ടിയിരിക്കുന്നതെന്ന് രാമേട്ടൻ പറയുന്നത് കേൾക്കെ അമ്പരപ്പോടെ നിൽക്കുകയാണ് ടീച്ചറമ്മയും കനിയും. കനിക, ഇത് വാങ്ങൂ എന്ന് അച്ഛൻ നിർബന്ധിക്കെ. എനിക്ക് സിമ്പിളായ വെഡിങ്ങാ താല്പര്യം എന്നവളും പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ഇത് വാങ്ങൂ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരിയും ഓർണമെന്റ്സുമാ വാങ്ങിയതെന്ന് അവളുടെ അച്ഛൻ വീണ്ടും നിർബന്ധിക്കെ. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ചെറിയമ്മയെ നോക്കുമ്പോഴേക്കും അവർ വാങ്ങിക്കുന്ന കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാ.
കനിയത് വാങ്ങിക്കുമ്പോഴേക്കും ചേച്ചി വിവാഹം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതാ നല്ലത് എന്ന് പറയെ വെഡിങ് എങ്ങനെ വേണമെങ്കിലും ആലോചിക്കാം. ആരൊക്കെ വിളിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. നീ തന്നെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന ചേച്ചി പറയേ അത് ഞാൻ അറിയിക്കാം ചേച്ചി എന്ന് സരസ്വവും പറയുക. ഞങ്ങൾക്ക് പയ്യനെയും അമ്മയെയും കണ്ടൊന്ന് സംസാരിക്കണമെന്നുണ്ട് എന്ന് കനിയുടെ അച്ഛൻ പറയെ. അവര് നാളെ നാട്ടിലേക്ക് വരും. ഞാൻ അവരോട് സംസാരിച്ചിട്ട് വിളിക്കാമെന്ന് സരസ് പറയെ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് രാമേട്ടൻ പറയുന്നുണ്ട്. അയ്യോ, ചായ പോലും കുടിക്കാതെ എന്ന് സരസ് പറയെ. ഇപ്പൊ ഒന്നും വേണ്ട, ഞങ്ങളുടെ പേഴ്സണൽ പർച്ചേസ് ഒക്കെ ബാക്കി കിടക്കുകയാണെന്ന് രാമേട്ടൻ പറയെ. ഓ, എന്നാ പിന്നെ നടക്കട്ടെ, ഞാൻ മേരിക്കുട്ടിയോട് ചോദിച്ചിട്ട് വിളിക്കാമെന്ന് സരസ് പറയെ. അവർ രണ്ടുപേരോടും യാത്ര പറഞ്ഞിറങ്ങുകയാ. അവർ കാറിൽ കയറുമ്പോഴേക്കും ദേഷ്യത്തോടെ കനി ചെറിയമ്മയോടായി ചോദിക്കുന്നുണ്ട്. ചെറിയമ്മ എന്ത് പരിപാടിയാ കാണിച്ചെന്ന്. ചെറിയമ്മയും പതുക്കെ കുഞ്ഞി എന്നവളെ ഓർമ്മിപ്പിക്കേ. അവൾ ദേഷ്യത്തോടെ അകത്തോട്ട് കയറി പോവുകയാ. രാത്രിയാകുമ്പോ കനി ടെൻഷനോടെ റൂമിലിരുന്ന് ചെറിയമ്മയോടായി പറയുന്നുണ്ട്. ചെറിയമ്മ, ഇതിപ്പോ കാര്യങ്ങളൊക്കെ വിപുലമായിട്ടാണല്ലോ കൊണ്ടുപോകുന്നേ. കാര്യമായ പർച്ചേസും ഒരുക്കങ്ങളുമുണ്ട്. ഇതിപ്പോ കയ്യിൽ നിൽക്കുന്ന കളിയൊന്നുമല്ല. ഇന്ന് അവര് മേടിച്ചോണ്ട് വന്ന സാരിയും ആഭരണങ്ങളും കണ്ടില്ലേ? അവരെത്ര എഫേർട്ടാ ഈ കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത്. സംഗതി പാളിയ സുപ്രീം കോർട്ട് വരെ പോവാൻ ചാൻസ് ഉള്ള ടീംസാ എന്നൊക്കെ അവൾ പറയേ. എനിക്കറിയാലോ പാർവച്ചിയെ എന്ന് ചെറിയമ്മയും പറയുന്നുണ്ട്. പിതാജിയും വാശിയുടെ കാര്യത്തിൽ അതേ തൂക്കമാ, ഒരു മില്ലിഗ്രാം പോലും വ്യത്യാസമില്ല എന്നവൾ പറയേ. ഇതിപ്പോ ജോണിനെയും മേരിയെയും കാണണമെന്നും പറഞ്ഞു. ശിവരാമേട്ടന് കാര്യങ്ങൾ അറിഞ്ഞപ്പോ വലിയ സന്തോഷം. പിണങ്ങിയിരുന്നവരെ കനിയുടെ കല്യാണത്തിനായെങ്കിലും ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ ചെയ്യണുണ്ടല്ലോ എന്ന് ചെറിയമ്മ പറയെ. എനിക്ക് അവരുടെ വാശിയും ദേഷ്യവും അറിയാവുന്നത് കൊണ്ടാ ഇത്രയും പേടി. രണ്ടും ഏതറ്റം വരെയും പോകുമെന്നവൾ ടെൻഷനോടെ പറയുന്നുണ്ട്. എന്തായാലും ഉറങ്ങ കനിക്കുഞ്ഞെ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം എന്ന് ചെറിയമ്മ അവളെ ആശ്വസിപ്പിക്കെ. ഇന്ന് എനിക്ക് ഇനി ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ലെന്ന് ടെൻഷനോടെ കനിയും. അതൊക്കെ കണ്ണടച്ചു കിടന്ന ഉറങ്ങിക്കോളാം, വാ വന്ന് കിടക്ക് വാ എന്ന് വിളിച്ച് തന്റെ കൂടെ ബെഡിലേക്ക് കിടത്തി ഉറങ്ങാൻ കിടക്കിയ ടീച്ചറമ്മയും കനിയും. പിന്നീട് രാവിലെ ആയിട്ടും വീണ അതേ വിഷമത്തോടെയും ആലോചനയോടെയും തന്റെ റൂമിൽ ഇരിക്കുക. അപ്പോഴാണ് അവൾക്ക് സന്തോഷേട്ടന്റെ കോൾ വരുന്നത്. അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഹലോ വീണ, ഒന്ന് വിളിക്കണമെന്ന് തോന്നി. വീണയുടെ മനസ്സിപ്പോ കലങ്ങിയ കടല് പോലെയാ. ശരിയല്ലേ, അത് എന്നെ പോലെ ആർക്കും അറിയാനാവില്ല. എന്റെ കാര്യങ്ങൾ ആലോചിച്ച് ഒരു ടെൻഷനും വേണ്ട വീണ. അങ്ങനെ ഒരു ചിന്ത തന്നെ വീണയ്ക്കല്ലാതെ ആർക്ക് പറ്റും? നമുക്ക് തമ്മിൽ ഒരു കുടുംബജീവിതം ഇനി പറ്റില്ല എന്ന് ഉറപ്പിച്ചതാ. അതിനർത്ഥം മനുഷ്യരെന്ന നിലയിൽ പരസ്പരം പരിഗണന പാടില്ലെന്നല്ലോ. അത് ഈ ലോകത്തിന് മനസ്സിലാവില്ല വീണ. നിന്നിലെ നന്മ അവർക്ക് പിടികിട്ടില്ല. പക്ഷേ നീ എന്നെ പരിഗണിച്ച് നിന്ന് നിന്റെ ജീവിതം കളയരുത്. ഞാൻ കാരണം നിന്റെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും നഷ്ടമായി എന്നതിനേക്കാൾ എന്നെ വേദനിപ്പിക്കുന്ന കാര്യം എന്താ വീണ എന്നൊക്കെ സന്തോഷ് പറയുന്നത് കേൾക്കെ വീണയും സങ്കടത്തോടെ കരയുകയാ. അവളുടെ ശബ്ദമൊന്നും കേൾക്കാഞ്ഞ് ഹലോ, നീ കരയുകയാണോ വീണ എന്നവൻ ചോദിക്കെ. കരച്ചിലടക്കി ഇല്ല എന്ന് വീണയും. എന്താണ് വീണ കരഞ്ഞോണ്ട് കരയുന്നില്ല എന്ന് പറയുന്നത്? നീ എന്നോട് കുറച്ചുകൂടി സത്യസന്ധത കാണിക്കോ? നീ നൊന്ത് എന്റെ മുന്നിൽ ചിരിക്കല്ലേ വീണ എന്നവൻ പറയുന്നത് കേൾക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സോറി സന്തോഷേട്ടാ. സന്തോഷേട്ടൻ ഒരു വിധത്തിലും വിഷമിക്കരുതെന്ന് എനിക്കുണ്ട്. സന്തോഷേട്ടന് വിഷമം വരുന്നത് എന്തും എനിക്ക് പേടിയാ എന്നവൾ സങ്കടത്തോടെ പറയേ. എനിക്കിനി ഭ്രാന്ത് വരുമെന്നുള്ള പേടിയാവുമല്ലേ? ഞാൻ വിഷമിച്ച എനിക്കിനിയും ബോധത്തിന്റെ പാളം തെറ്റുമെന്നാവും. വീണയുടെയും അമ്മയുടെയും എല്ലാം പേടിയല്ലേ? എനിക്കിനി ഭ്രാന്ത് വരില്ല വീണ, അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്ന് സന്തോഷ് ഉറപ്പിച്ചു പറയുന്നത് കേൾക്കെ ടെൻഷനോടെ നിൽക്കുന്ന വീണയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. മേരിക്കുട്ടി ടീച്ചറെയും ജോണിനെയും കാണാനായി പാർവതിയും രാമേട്ടനും അവരുടെ വീട്ടിലെത്തുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.